വനിതാ T20 പരമ്പര തൂത്തുവാരി ഇന്ത്യ ഇന്ന് നടന്ന അവസാന മത്സരത്തിൽ ശ്രീലങ്കയെ 15 റൺസിന് തോൽപ്പിച്ചു. അക്ഷയ കൃഷ്ണാനന്ദ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അക്ഷയ, ഇന്നത്തെ മത്സരം അത്യന്തം ആവേശം നൽകുന്നതായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാ മത്സരങ്ങളും വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ദീപ്തി ശർമ്മ T20യിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരമായി കൂടി മാറിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. മത്സരത്തെ എങ്ങനെ വിലയിരുത്താം? ഒപ്പം തന്നെ ഇന്നത്തെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ പ്രകടനത്തെ കൂടി എങ്ങനെ വിലയിരുത്താം അക്ഷയ? അനീഷ, അത്യന്തം നാടകീയത നിറഞ്ഞൊരു മത്സരമായിരുന്നു ഇന്ന് കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നടന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ഇന്ന് ശ്രീലങ്കയ്ക്കാണ് ടോസ് നേടിയത്. കഴിഞ്ഞ കളിയിലും അത് അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചിരുന്നത്. അങ്ങനെ ബാറ്റിങ്ങിന്, അതായത് ഇന്ത്യ അവർ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. കഴിഞ്ഞ കളിയിൽ കാര്യവട്ടത്ത് പിറന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ കൂറ്റൻ സ്കോറായിരുന്നു. അത്തരത്തിലൊരു റൺ മല പ്രതീക്ഷിച്ചിറങ്ങിയ കാണികൾക്ക് ഇന്ന് നിരാശയായിരുന്നു ഫലം എന്ന് വേണം പറയാൻ. അതായത് ആദ്യത്തെ 10 ഓവറിൽ തന്നെ കൃത്യമായ വിക്കറ്റുകൾ എടുക്കാൻ ശ്രീലങ്കയ്ക്ക് സാധിച്ചു. പിച്ച് മാറിയിരുന്നു എന്നത് മറ്റൊരു കാര്യമായിട്ട് ഘടകമായിട്ട് നമുക്ക് അവിടെ കണക്കാക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ പോലും റണ്ണ് പ്രതീക്ഷിച്ചിറങ്ങിയ കാണികൾക്ക് നിരാശയായിരുന്നു ഫലം. അത്തരത്തിൽ ഒരു ടൈ ഫൈറ്റ് തന്നെ ഇന്ന് ഇന്ത്യക്ക് ശ്രീലങ്ക നൽകി എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. അതായത് ആദ്യത്തെ ഒരു പ്രകടനം വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രകടനവും ആദ്യത്തെ 10 ഓവറിലെ ഇന്ത്യയുടെ പ്രകടനവും ശ്രീലങ്കയുടെ പ്രകടനവും നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രീലങ്കയായിരുന്നു മികച്ചു നിന്നത്. പിന്നീട് ഒരു ഓവറിന് ശേഷം, അതായത് പവർ പ്ലേയിലൊക്കെ അവർ കൃത്യമായിട്ടുള്ള രീതിയിൽ റൺ എടുത്തു പോവുകയായിരുന്നു. അതിനുശേഷമാണ് വിക്കറ്റുകൾ തുരുതുര വീണു തുടങ്ങിയത്. ദീപ്തി ശർമ്മ T20യിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരമായി എന്ന നേട്ടം കൂടി ഈ ഒരു മത്സരത്തോടെ അവർ കീഴടക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഓസ്ട്രേലിയയുടെ സ്കൗട്ട് മേഗനൊപ്പം ആയിരുന്നു നേരത്തെ ദീപ്തി ശർമ്മയുടെ സ്ഥാനം. അതായത് 1ാം സ്ഥാനം തന്നെയായിരുന്നു, അവർ പങ്കിടുകയായിരുന്നു. എന്നാൽ 152 വിക്കറ്റുകൾ നേടി സ്കൗട്ട് മേഗനെ പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ ദീപ്തി ശർമ്മ മുന്നിലെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ക്യാപ്റ്റൻ ഹർമൻപ്രീത്തിന്റെ പ്രകടനം. ഇന്നത്തെ മാച്ച് ജയിപ്പിച്ചത് ഹർമൻപ്രീത് കൗറും അമൻജോത് കൗറും. അങ്ങനെ ശ്രീലങ്കയ്ക്കെതിരായി T20 പരമ്പര തൂത്തുവാരിയിരിക്കുകയാണ് ഇന്ത്യൻ വനിതകൾ. വിവരങ്ങൾ നൽകിയത് അക്ഷയ കൃഷ്ണാനന്ദാണ്.